നിത്യനായ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. റോമർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൽ നിന്നാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ എല്ലാവർക്കും ശിക്ഷാവിധി ഉണ്ട് എന്നുള്ള ഒരു കാര്യമാണ് വന്നത്. 3-ാം അധ്യായത്തിലെ യഹൂദനെന്ത് വിശേഷത എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന ഈ ചാപ്റ്ററിലെ 1-ാം വാക്യത്തിൽ, 6-ാം വാക്യത്തിൽ, 7-ാം വാക്യത്തിലുമൊക്കെ ഉള്ള ചോദ്യങ്ങളാണ് നമ്മൾ കണ്ടത്. അതിനുശേഷം വീണ്ടും 8-ലും വീണ്ടും ചോദ്യമുണ്ട്, 8-ലും 9-ാം വാക്യത്തിലും ചോദ്യമുണ്ട്. നമ്മൾ ആകയാൽ എന്താ നമുക്ക് വിശേഷതയുണ്ട്, അശേഷമില്ല. യഹൂദന്മാരും യവന്മാരും ഒരുപോലെ പാപത്തിന് കീഴാകുന്നു എന്ന് മുമ്പേ തെളിയിച്ചുവല്ലോ. ഒരു പൗലോസ് അത് തെളിയിച്ചു കഴിയാണ്. കണ്ടംനേഷൻ, നമ്മൾ ആദ്യത്തെ ഭാഗമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. സകല മനുഷ്യരും പാപത്തിൻ്റെ കീഴാകുന്നു, കണ്ടംനേഷൻ. ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ് 19 തൊട്ട് ഇങ്ങോട്ടുള്ള വാക്യങ്ങളിൽ എല്ലാ മനുഷ്യരും ന്യായവിധിയിലെ കീഴിലാണ്, പാപത്തിലാണ് ജീവിക്കുന്നത് എന്നുള്ളതിന് തെളിവാണ്. അത് കൊണ്ടുവന്ന് 3-20 വരെ കൊണ്ടുവന്ന് അത് ആ ഒരു ഭാഗം തീരും. ആ 3-20 കഴിയുമ്പോഴാണ് നമ്മൾ ജസ്റ്റിഫിക്കേഷൻ അല്ലെങ്കിൽ നീതീകരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. അതുകൊണ്ട് ഈ ഭാഗത്തെല്ലാം തന്നെ പൗലോസ് ഇത് പ്രൂവ് ചെയ്യാണ്, നമ്മളെല്ലാവരും പാപത്തിന് കീഴാകുന്നതാണ്. 10-ാം വാക്യം തൊട്ടുള്ള വാക്യം വായിക്കാം. പഴയ നിയമത്തിൽ നിന്നുള്ള കോട്ടിങ്ങുകളാണ് പൗലോസ് പറയുന്നത്. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനില്ല. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരാത്തവരായി തീർന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. അവിടെ തൊണ്ട തുറന്ന ശവക്കുഴി, നാവുകൊണ്ടവർ ചതിക്കുന്നു. സർപ്പവിഷം അവിടെ അധരങ്ങൾക്ക് കീഴെയുണ്ട്. അവിടെ വായിൽ ശാപവും കയ്പും നിറഞ്ഞിരിക്കുന്നു. അവിടെ കാൽ രക്തം ചൊരിയാൻ ബന്ധപ്പെടുന്നു. നാശവും അരിഷ്ടതയും അവരുടെ വഴികളിലുണ്ട്. സമാധാന മാർഗ്ഗം അവർ അറിഞ്ഞിട്ടില്ല. അവരുടെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല എന്നിങ്ങനെ എഴുതിയിരിക്കുന്നല്ലോ. 18 വരെയുള്ള വാക്യങ്ങളാണ് വായിച്ചത്. ഇത് കൂടുതലും പഴയ നിയമത്തിൽ നിന്ന് കോട്ട് ചെയ്ത് പൗലോസ് പറയുന്ന ഭാഗങ്ങളാണ്. ഇതിനകത്ത് പ്രധാനമായിട്ട് എല്ലാ യഹൂദനും ജാതിയെപ്പോലെ തന്നെ എല്ലാവരും ശിക്ഷാവിധിയുടെ കീഴിലാകുന്നു എന്നുള്ള പ്രൂവ് ചെയ്യാണ്. എല്ലാവരും പാപത്തിന് കീഴിലാകുന്നു. അത് 9-ാം വാക്യത്തിൽ അത് പറയുന്നുണ്ട്. 10 മുതൽ 18 വരെ ആ വിധിയുടെ അടിസ്ഥാനം അതാണ് നമ്മളിപ്പോൾ വായിച്ചത്. പൊതുവിലുള്ള പാപാവസ്ഥയെക്കുറിച്ച് 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിലും, അതുപോലെ വാക്കുകളിലുള്ള പാപങ്ങളെക്കുറിച്ച് 13 തൊട്ട് 14 വരെയുള്ള വാക്യങ്ങളിലും, പ്രവൃത്തി അല്ലെങ്കിൽ നടപ്പിലുള്ള പാപത്തെക്കുറിച്ച് 15 മുതൽ 17 വാക്യങ്ങളിലും, എല്ലാറ്റിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് 18-ലും ഇവിടെ പ്രതിപാദിക്കുന്നു. ഈ 10 മുതൽ 18 വരെ വായിച്ച വാക്യങ്ങളുടെ ഒരു ക്രോസ് സെക്ഷനായിട്ട് എടുക്കത്തെ പറയുകയാണ്. അതുകൊണ്ട് ഇതിലെല്ലാം തന്നെ കാണുന്നത് ഇതൊരു മനുഷ്യൻ വിവിധ തരങ്ങളിലെ പാപത്തിൻ്റെ കീഴിലാകുന്നു എന്നുള്ള പഴയ നിയമ കൊട്ടേഷൻസ് എടുത്തിട്ട് പറയുകയാണ്. യഹൂദനും യവനും എല്ലാവരും പാപത്തിൻ്റെ കീഴിലാണ്, ശിക്ഷയുണ്ട് എന്ന് പറയാണ്. വില്യം ന്യൂവൽ എന്ന് പറയുന്ന ഒരു ബൈബിൾ പണ്ഡിതന് ഇതിനെ 3ആയിട്ട് തിരിച്ച് ഇങ്ങനെ വിശകലനം ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. 10, 11, 12 തൊട്ടുള്ള വാക്യം, നീതിമാൻ ആരുമില്ല, ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനില്ല, എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരാത്ത, നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. ഈ വാക്യം ഗോഡ് ആസ് എ ജഡ്ജ് ലുക്കിംഗ് അറ്റ് മാൻ, ഒരു ന്യായാധിപനായിട്ട് ദൈവം മനുഷ്യനെ നോക്കിക്കൊണ്ട് പറയുന്ന ഭാഗമായിട്ട് പറയുന്നു. അതുപോലെ 13, 14 വാക്യം, അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി, നാവുകൊണ്ട് അവർ ചതിക്കുന്നു. സർപ്പവിഷം അവരുടെ അധരങ്ങൾക്ക് കീഴേ ഉണ്ട്. അതുപോലെ അവിടെ വായിൽ ശാപവും കയ്പും നിറഞ്ഞിരിക്കുന്നു. അത് ലുക്കിംഗ് എ മാൻ ആസ് എ ഫിസിഷ്യൻ, ഒരു ദൈവം ഒരു ഫിസിഷ്യനെ പോലെ, ഒരു വൈദ്യനെ പോലെ മനുഷ്യനെ നോക്കിക്കൊണ്ട് പറയുന്ന കാര്യങ്ങളാണ്. 13, 14 വാക്യം, അവിടെ കാൽ രക്തം ചൊരിയാൻ ബന്ധപ്പെടുന്നു. നാശവും അരിഷ്ടതയും അവിടെ വഴികളുണ്ട്. സമാധാന മാർഗ്ഗം അറിഞ്ഞിട്ടില്ല. അവിടെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല എന്ന് എഴുതിയിരിക്കുന്നു. ഗോഡ് ആസ് എ ഹിസ്റ്റോറിയൻ ലുക്കിംഗ് അറ്റ് മാൻ, മനുഷ്യൻ്റെ ഒരു ചരിത്രം എഴുതുന്ന രീതിയിൽ കാണുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് ഡിവൈഡ് ചെയ്ത് എഴുതിയിരിക്കുന്നത്. നമ്മൾ ഇനി ഡീറ്റെയിൽഡായിട്ട് ഈ വാക്യങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 10-ാമത്തെ വാക്യം മുതൽ നമ്മൾ ചിന്തിക്കുമ്പോൾ, നന്മ ചെയ്യുന്നവൻ ആരുമില്ല, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, നന്മ ചെയ്യുന്നവനില്ല എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്ന ഭാഗം നമുക്ക് ഇത് ബൈബിളിൽ നിന്ന് പല കോട്ടിങ്ങുകൾ ഇതിൽ നമുക്ക് കാണാൻ പറ്റും. സഭാപ്രസംഗി 7:20 പാപം ചെയ്യാതെ നന്മ മാത്രം ചെയ്യുന്ന ഒരു നീതിമാനും ഭൂമിയിലില്ല എന്ന് പറയുന്നു. ഇവിടെ മനുഷ്യനെ ദൈവം ന്യായാധിപനായിട്ട് നോക്കിക്കൊണ്ട് പറയുന്ന കാര്യമാണ്, നന്മ ചെയ്യുന്നവൻ ആരുമില്ല.
കാരണം നീതിമാൻ ആണ് നന്മ ചെയ്യുന്നത്. നീതിമാൻ ഇല്ലാത്തതുകൊണ്ട് നീതി ചെയ്യുന്നവൻ ആണ് നീതിമാൻ. അന്നേരം പാപമാണ് മനുഷ്യനിൽ വസിക്കുന്നത്. അതുകൊണ്ട് പാപത്തിൻ്റെ കീഴിലാകുന്നു ഉള്ളത്. അതുകൊണ്ട് അവനിൽ നിന്ന് പുറപ്പെടുന്നത് എന്താണ്? തിന്മയാണ് പുറപ്പെടുന്നത്. അതുകൊണ്ടാണ് നന്മ ചെയ്യുന്നവൻ ആരുമില്ല, ഒരുത്തൻ പോലും ഇല്ല എന്ന് പറയുന്നത്. സങ്കീർത്തനം 14:3 ഇങ്ങനെയാണ് പറയുന്നത്: എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരായി തീർന്നു, നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. സങ്കീർത്തനം 53:1-3 വാക്യങ്ങളിലെ ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു, അവൻ വഷളന്മാരായി മ്ലേച്ഛമായ നീതിയോട് പ്രവർത്തിക്കുന്നു, നന്മ ചെയ്യുന്നവൻ ആരുമില്ല. 3 വാക്യത്തിലെ എല്ലാവരും പിൻവാങ്ങി ഒരുപോലെ കൊള്ളരാത്തവരായി തീർന്നു, നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. ഇവിടെ എല്ലാം കാണുന്ന കാര്യം എന്ന് വെച്ചാൽ എല്ലാവരും വഴിതെറ്റിപ്പോയി, നന്മ ചെയ്യുന്നവൻ ആരുമില്ല. ബൈബിളിൽ ഇപ്പം 3-4 റെഫറൻസുകളിൽ നിന്ന് ദൈവം പറഞ്ഞിരിക്കുന്നതാണ്. ഇയ്യോബ് പണ്ട് ചോദിച്ച ചോദ്യം ഇതാണ്: ദൈവസന്നിധിയിൽ മർത്യൻ നീതിമാനാകുന്നത് എങ്ങനെ? ആ സമയത്ത് അറിയത്തില്ല. കാരണം ദൈവം ഇത്രയും നീതിയുള്ള ദൈവത്തിൻ്റെ സന്നിധിയിലെ മനുഷ്യൻ എങ്ങനെയാണ് നീതിമാനാകുന്നത്, അവൻ എങ്ങനെയാണ് നീതിയിൽ ജീവിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം അന്ന് ഇയ്യോബിന് വരെ ഉണ്ടായിരുന്നു. ഇവിടെ പൗലോസ് പറയുന്ന പഴയ നിയമത്തിൽ നിന്നുള്ള തിരുവെഴുത്തുകൾ കോട്ട് ചെയ്തിട്ട് പറയുകയാണ്: ആരും നന്മ ചെയ്യുന്നവൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. 11 വാക്യത്തിൽ ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല എന്ന് പറഞ്ഞാൽ ഡസ് നോട്ട് ഹാവ് എ സ്പിരിച്വൽ സെൻസ്. ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് അറിയുന്ന ആൾക്കാർ. ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഞങ്ങൾ ഒരുമിച്ച് പഠിക്കുമ്പം പുള്ളിയോടെ സുവിശേഷം പറയുകയൊക്കെ ചെയ്യുന്ന സമയത്ത് പുള്ളി പറയുന്ന വാക്ക് എപ്പോഴും ഓർക്കുന്നു: ആത്മാവിൻ്റെ കാര്യം എന്നോട് പറയരുത്, ബാക്കി എന്ത് വേണമെങ്കിലും പറയാം, ആത്മാവിൻ്റെ കാര്യങ്ങൾ പറയരുത്. കാരണം എന്താണ്? ആത്മീയ കാര്യങ്ങൾക്ക് താല്പര്യമില്ല. ഈ ലോകത്തിലുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ഈ ലോകത്ത് ജനിച്ചു, ജീവിച്ചു, മരിച്ചു, അത്രമാത്രം. അതിനപ്പുറമായിട്ടില്ല. അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ അടുത്ത കാലങ്ങളിൽ ശ്രദ്ധിച്ചൊരു കാര്യം കഴിഞ്ഞ ദിവസം ഞാൻ യൂട്യൂബിലുമൊക്കെ കണ്ടതാണ്. ഇപ്പോൾ ഒരു സർവേ എടുത്തുകൊണ്ടിരുന്നപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ യൂറോപ്യൻ കൺട്രീസിലെ പണ്ട് മിഷണറിമാരെ ഇന്ത്യയിലേക്കൊക്കെ അയച്ച സ്ഥലങ്ങളിൽ ഇന്ന് പള്ളികളെല്ലാം വിറ്റുകൊണ്ടിരിക്കുക. ദൈവിക ആരാധന നടക്കുന്ന സ്ഥലങ്ങളൊക്കെ കുറഞ്ഞ് ആളിലെല്ലാം എത്തിസ്റ്റിലോട്ട് മാറി. അതായത് അവർ സർവേ നടത്തി യൂറോപ്യൻ കൺട്രികളിലെ പല കൺട്രികളിൽ ഇന്ന് ഏറ്റവും കൂടുതൽ സന്തോഷവും ഏറ്റവും കൂടുതൽ ദീർഘായുസ്സും ഉള്ള സ്ഥലങ്ങൾ അവർ സർവേ നടത്തി എടുത്തിരിക്കുന്ന റിപ്പോർട്ട്, ഏറ്റവും കൂടുതൽ ആളുകൾ സന്തോഷിക്കുന്ന സ്ഥലം, സന്തോഷത്തിൽ ജീവിക്കുന്ന സ്ഥലം, ഏറ്റവും കൂടുതൽ ദീർഘായുസോടുകൂടി ആളിലിരിക്കുന്ന സ്ഥലം എടുത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന യൂറോപ്യൻ കൺട്രീസിലെ എത്തിസ്റ്റ് മതമില്ലാതെ 75% ആളുകൾ എത്തിസ്റ്റ് ആയിരിക്കുന്ന സ്ഥലങ്ങളിലാണ്. അതിൽ അതൊരു തിയറിയായി കൊണ്ടുവരികയാണ്. എന്ന് പറഞ്ഞാൽ ദൈവമില്ല, ദൈവത്തെ ആരാധിക്കേണ്ട, ഒരു മതവും വേണ്ട, അങ്ങനെ ജീവിച്ചാൽ അവിടെ അതിക്രമമില്ല, അനീതിയില്ല, ഒന്നുമില്ല, അവർ സന്തോഷത്തോട് ജീവിക്കുന്നു, അനേക വർഷങ്ങൾ ജീവിക്കുന്നു എന്നുള്ളൊരു പഠിപ്പിക്കൽ ഒരു സർവേ റിപ്പോർട്ട് അനുസരിച്ച് ഒരു ഇൻഫറൻസ്, ഒരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു യോജിപ്പിലേക്ക് ജനങ്ങൾ വരത്തക്ക രീതിയിൽ നിന്ന് ഒരുപാട് പ്രചരിക്കുന്നുണ്ട്. 2-3 കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടാണെന്ന് നമുക്കറിയാം. ഈ കൺട്രീസിലൊക്കെ ഇതൊക്കെ സന്തോഷത്തിലാണെന്ന് പറഞ്ഞാൽ കുടുംബജീവിതം ഇല്ല. ഇന്ന് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ കുറേ നാൾ കഴിയുമ്പോൾ അധികം നാളൊന്നുമില്ല, ഉടൻ തന്നെ അത് വേർപെട്ട് ഡൈവേഴ്സായി വീണ്ടും അടുത്ത കല്യാണമാണ്. അതുപോലെ ജീവിതത്തിൽ ലക്ഷ്യബോധമൊന്നുമില്ല. ഈ നൊമാഡ്സ് പോലെ ഇങ്ങനെ രാവിലെ ഇറങ്ങിയാണ്. കാരണം അവിടെ കൺട്രിയിൽ അതനുസരിച്ചുള്ള സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഇൻകം ഉണ്ട്. ഇൻകം ജനറേറ്റ് ചെയ്തുകൊണ്ട് സിറ്റിസൺസിനെ എല്ലാം അവർ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തോന്നിയ പോലെ അങ്ങ് ജീവിച്ചു പോകുന്ന, അതിൽ സന്തോഷം കണ്ടെത്തുന്ന, അതാണ് നല്ലതെന്ന് പറയുന്ന എന്നുവെച്ചാൽ ഡസ് നോട്ട് ഹാവ് എ സ്പിരിച്വൽ സെൻസ്. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ദൈവത്തെ അന്വേഷിക്കുന്നവനില്ല. ബൈബിളിൽ പറയുന്ന ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. അതായത് ദൈവത്തെ അന്വേഷിക്കുന്നത് ബുദ്ധിമാന്മാരാണ് ദൈവത്തെ അന്വേഷിക്കുന്നത്. ഇവിടെ 1-2 റെഫറൻസ് വായിക്കാം. 1 കൊരിന്ത്യർ 10:20 അല്ല, ജാതികൾ ബലി കഴിക്കുന്നത് ദൈവത്തിനല്ല, ഭൂതങ്ങൾക്ക് കഴിക്കുന്നതെന്നത്രേ. എന്നാൽ നിങ്ങൾ ഭൂതങ്ങളുടെ കൂട്ടാളികളാകുവാൻ എനിക്ക് മനസ്സില്ല. ഭൂതങ്ങളുടെ കൂട്ടാളികളായി തീരുകയാണ്. എന്തോ ഒരു കാര്യത്തെ വിശ്വസിച്ച് അതിൽ കൂടി സാത്താൻ ജയമെടുക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു ടോപ്പിക്ക് തന്നെ, എങ്ങനെയാണ് മനുഷ്യനെ പിശാച് അറ്റാക്ക് ചെയ്യുന്നത്, അതിൽ നിന്ന് എങ്ങനെ നമുക്ക് വിടുവിക്കപ്പെടാം, അതിൽ നിന്ന് സക്സസ്ഫുള്ളായിട്ട് നമുക്ക് എങ്ങനെ രക്ഷപ്പെടാമെന്നുള്ള ഒരു 30 എപ്പിസോഡോളം ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഇത് തന്നെ പറയുന്നുണ്ട്: ഹൃദയം
ഒരു സ്പിരിച്വൽ സെൻസ് ഇല്ലാതെ ഈ ലോകത്തിലെ ദൈവം അവരുടെ ഹൃദയങ്ങളെ കുരുടാക്കി കളഞ്ഞു. ഹൃദയങ്ങളെ കുരുടാക്കി കഴിഞ്ഞപ്പോൾ എന്താ സംഭവിക്കുന്നത്? എന്ത് ചെയ്താലും അതൊക്കെ നല്ലതാണ് എന്ന് പറഞ്ഞ് അങ്ങ് ചെയ്യുകയാണ്. അവർക്കും അറിയത്തില്ല ദൈവം ഇല്ലല്ലോ, പിന്നെ ഒന്നും ചെയ്യാനായിട്ടില്ല. സങ്കീർത്തനം യെശയ്യാവ് 53:6 നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരിക്കുന്നു, നാം ഓരോരുത്തരും താൻ്റെ വഴിക്ക് തിരിഞ്ഞിരിക്കുന്നു. അതാണ് ആ പറയുന്ന യൂറോപ്യൻ കൺട്രീസിനെ കുറിച്ചൊക്കെ പറയുന്ന കാര്യങ്ങൾ. അതാണ് നാം ഓരോരുത്തരും താൻ്റെ വഴിക്ക് അങ്ങ് തിരിഞ്ഞിരിക്കുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്താതെയും ദൈവത്തിൻ്റെ വഴിയിൽ ജീവിക്കാതെയും നടക്കുന്ന ആളുകളുടെ ഇടയിൽ ഒരു സർവേ നടത്തി കഴിഞ്ഞാൽ അവരുടെ ഇടയിലുള്ള ഏറ്റവും വലിയ ഇഷ്യൂസ് ആയിരിക്കും റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, അതുപോലെ ഡൈവേഴ്സ്, മദ്യപാനം, ഇതൊക്കെ കൂടുതൽ അവിടെ ആയിരിക്കും. അതും തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതിലെല്ലാം ഇവർ മഹത്വം കാണുന്നു എന്നുള്ളതാണ്. ഞാൻ ഡൈവേഴ്സ് ചെയ്ത് ഒരാളിനെ കല്യാണം കഴിക്കുന്നു, വീണ്ടും ഡൈവേഴ്സ് ചെയ്ത് അടുത്ത ആളിനെ കല്യാണം കഴിക്കുന്നു, അങ്ങനെ ഒരു 5-6 കല്യാണം ഞാൻ കഴിച്ചാൽ ഞാൻ മഹത്വപ്പെടുകയാണ് എന്നുള്ളൊരു പഠിപ്പിക്കലാണ് അവിടെ വരുന്നത്. അതുകൊണ്ട് എന്താ പറയാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ എല്ലാവരും തെറ്റിപ്പോയി, ദൈവിക പ്രമാണത്തിൽ നിന്ന് തെറ്റിപ്പോയി. മലാക്കി 2:8 ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങളോ വഴിവിട്ടുമാറി പലരെയും ഉപദേശത്താൽ ഇടറുമാറാക്കി ലേവിയുടെ നിയമം നശിപ്പിച്ചിരിക്കുന്ന സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. അപ്പോഴവരിങ്ങനെ വഴി വിട്ട് ഇങ്ങനെ അങ്ങ് പോവുകയാണ്. എങ്ങോട്ടാണ് പോകുന്നതെന്ന് അവർക്ക് അറിയത്തില്ല. അതെല്ലാം ശരിയാണെന്ന് പറയുന്നു. അതുകൊണ്ട് എല്ലാവരും കൊള്ളരുതാത്തവരായി തീർന്നു എന്നുള്ളതെന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് അൺപ്രോഫിറ്റബിൾ ആണ്. നമ്മളെ ഈ ലോകത്തിൽ ദൈവം സൃഷ്ടിച്ചിരിക്കുമ്പോൾ അതിന് ചില ഉദ്ദേശമുണ്ട്. അമ്മയുടെ ഉദരത്തിൽ ആകുന്നതിന് മുമ്പേ, ലോകസ്ഥാപനത്തിന് മുമ്പേ നിങ്ങളെയും എന്നെയും ദൈവം തിരഞ്ഞെടുത്തുവെങ്കിൽ അതിന് ചില ഉദ്ദേശങ്ങളുണ്ട്. എങ്ങനെയെങ്കിലും ജീവിച്ച് തീർക്കാനുള്ള ഒരു ജീവിതമല്ല ഈ ലോകത്തിലുള്ളത്. അതുകൊണ്ടാണ് താലന്തുകളുടെ ഊമയിലൊക്കെ പറഞ്ഞ് 5 താലന്ത്, 2 താലന്ത്, 1 താലന്തൊക്കെ കൊടുത്തിട്ട് അത് തിരിച്ചു വന്ന് അതിന് കണക്ക് ചോദിക്കുമ്പോഴേ അത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മളത് പ്രയോജനപ്പെടുത്തി അത് ഇരട്ടി നേടുക, ആ താലന്തുകൾ വർദ്ധിപ്പിക്കുക എന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ള കേസുകളിലാണ് ദൈവം പറയുന്നത്, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, നിന്നെ അധികത്തിൽ വിചാരനാക്കും. അല്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം അത് അൺപ്രോഫിറ്റബിളാണ്. അൺപ്രോഫിറ്റബിളായിട്ടിരുന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? അത് തീയും പല്ലുകടിയിലുള്ള സ്ഥലത്തേക്ക് അവനെ തള്ളിക്കളയുന്നു, ഇരുട്ടിലേക്ക് തള്ളിക്കളയുന്നു എന്നേ കാണും. അതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങൾ ഒരു ചീഞ്ഞ പച്ചക്കറി പോലെ അൺപ്രോഫിറ്റബിളായി എറിഞ്ഞു കളയാനായിട്ടുള്ളതല്ല. അതാണ് ഇവിടെയും പറയുന്നത്. നന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്ന രീതിയിൽ, ക്രൂവൽറ്റി വരുന്ന രീതിയിൽ ഉള്ള ഒരു ജീവിതമല്ല നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അവിടെ എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു. നാം എല്ലാവരും വഴിതെറ്റി ആടുകളെ പോലെ ആയിത്തീർന്നു. എന്താണ് ചിന്തിക്കുകയെന്ന് അറിയത്തില്ല, ഹൃദയം കുരുടായിപ്പോയി എന്നുള്ളത് കാണുന്നു. എന്നാൽ ദൈവം എന്താ ചെയ്യുന്നത്? ദൈവം ഉയരത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ എല്ലാം നോക്കുകയാണ്. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കിക്കൊണ്ടിരിക്കുന്നു. യഹോവയുടെ കണ്ണുകൾ ദർശിക്കുന്നു, അവൻ്റെ കൺപോളകൾ ദർശിക്കുന്നു. അവൻ മനുഷ്യപുത്രന്മാരെയൊക്കെയും ശോധന ചെയ്യുന്നു. ദൈവത്തിൻ്റെ വലിയൊരു പർപ്പസും അതാണ്. അവൻ്റെ ക്യാമറകൾ അവിടെ നിന്ന് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേ നമ്മൾ അൺപ്രോഫിറ്റബിളായിട്ടാണോ ഉള്ളത്? ചില ആളുകളുണ്ട്, അവർ ഭയങ്കര സെൽഫിഷാണ്. ലോകത്തിൻ്റെ ഓരോ കോണിലും അവരുണ്ടെങ്കിലും അവർ നന്മയ്ക്ക് പകരം അവിടെ നിന്ന് ക്രൂവൽറ്റി വരികയും അതുപോലെ സെൽഫിഷായിട്ട് അവരുടെ ജീവിതം കഴിക്കുകയും ചെയ്യുന്നതായിട്ട് കാണുന്നു. അവരെല്ലാം കൊള്ളരാത്തവരായിട്ട് ഉള്ള ഒരു ചിത്രീകരണമാണുള്ളത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതം ഏത് രീതിയിലാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോഴേ ഞാൻ ഇന്ന് നിങ്ങളോട് പറയാനായിട്ട് ഉദ്ദേശിച്ചത്, ദൈവം ഒരു ജഡ്ജായിട്ട് നമ്മളെ അനലൈസ് ചെയ്യാണ്. ദൈവമില്ല എന്ന് മൂഢൻ തന്നെ ഹൃദയത്തിൽ പറയുന്നു. നന്മ ചെയ്യുന്നവൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. നമ്മുടെ നന്മ പ്രവൃത്തികളൊക്കെ പലപ്പോഴും സെൽഫിഷാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഭാഗത്തേക്ക് തിരിയാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നു. എല്ലാവരും വഴിതെറ്റിപ്പോയി എന്നുള്ള ഒരു ചിന്ത. നമ്മൾ പലപ്പോഴും ലോകത്തിൻ്റെ ആ ചിന്തകളിൽ നമ്മളായിപ്പോയിട്ട് അതിന് പ്രാധാന്യം കൊടുക്കുന്നില്ല, ദൈവികമായിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല. ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, മതമില്ല, അല്ലെങ്കിൽ റിലിജ്യൻ ഇല്ല, അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്ന മതമൊന്നുമല്ല, ഞാൻ പറയുന്ന യേശുക്രിസ്തു സ്നേഹത്തിൻ്റെ മാർഗം പഠിപ്പിച്ചാണ്. അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്.
ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് എ റിലിജിയൻ. അത് റിലിജിയൻ എന്ന് ക്ലാസിഫൈ ചെയ്തിരിക്കുകയാണ്. യേശുവിനെ ഫോളോ ചെയ്യുന്ന ഏതൊക്കെ കമ്മ്യൂണിറ്റിയിലുള്ളവർക്കും യേശുവിനെ ഫോളോ ചെയ്യാൻ ഒരു കുഴപ്പമില്ല. ഹിന്ദു ആയാലും മുസൽമാനായാലും സിഖുകാരായാലും ജെയിനായാലും ആർക്കായാലും യേശുവിനെ ഫോളോ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. അതിങ്ങോട്ടേക്ക് ഒരു പ്രോസ്ലൈസേഷൻ പോലെ, കൺവേർഷൻ പോലെ മതം മാറി ഇങ്ങോട്ട് വന്ന് ചേരേണ്ട ആവശ്യമൊന്നുമില്ല. കർത്താവിൻ്റെ പ്രമാണം മനസ്സിലാക്കുകയും അത് വിശ്വസിക്കുകയും അത് ഫോളോ ചെയ്യാനായിട്ട് ആർക്കും പറ്റും. ഈവൻ ഗാന്ധിജി പോലും കർത്താവിൻ്റെ പഠിപ്പിക്കലുകൾ ഫോളോ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഈ നാളുകളിലെ ഹൃദയത്തെ കുരുടാക്കി ഒരു കാഷ്വൽ അപ്രോച്ച്, ദൈവിക പ്രമാണത്തിൻ്റെ ഒരു കാഷ്വൽ അപ്രോച്ച് എടുക്കാതെ, ഹൃദയത്തെ കുരുടാക്കിയിരിക്കാതെ, സീരിയസ് ആയിട്ട് ദൈവം നമ്മളെ കാണുന്നുണ്ട്, ചെയ്യുന്നതെല്ലാം കാണുന്നുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ദൈവത്തിൽ നമ്മളൊന്ന് ആശ്രയിക്കുമോ? ഈ ദൈവത്തിലേക്ക് ഒന്ന് നോക്കുമോ? ഇന്നത്തെ ടേക്ക് അവേ അതാണ് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത്. പഴയ നിയമത്തിൽ നിന്നുള്ള കോട്ടിങ്സ് എടുത്ത് പൗലോസ് പറയുന്നുണ്ട്, എല്ലാവരും പാപം ചെയ്ത് ദൈവദേശമില്ലാത്തവരായി തീർന്നുവെന്ന് പഠിപ്പിക്കുന്ന പഠിപ്പിക്കൽ. അത് എന്തിനാണ് പറയുന്നത് ചോദിച്ചാൽ, കർത്താവിലേക്ക് തിരിഞ്ഞു വരാൻ വേണ്ടിയാണ് പറയുന്നത്. എല്ലാവരും പാപികളാണ്. അതുകൊണ്ട് ഈ പാപത്തിൽ നിന്ന് ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തെ അന്വേഷിച്ച് അങ്ങോട്ട് ചെല്ലണ്ട. ദൈവം നമ്മളെ അന്വേഷിച്ച് യേശുക്രിസ്തുവിൽ കൂടി വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. ദൈവവചനത്തിൽ അത് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. നമ്മളതൊന്ന് വിശ്വസിക്കുമോ? നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഇന്ന് ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ, കർത്താവെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാപത്തിൻ്റെ വഴിയിൽ ജീവിക്കാതെ ദൈവത്തെ തിരഞ്ഞെടുക്കുവാനായിട്ട് ഞങ്ങളെ നീ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ യൂസ്ഫുള്ളായി തീരുവാനായിട്ട്, പ്രോഫിറ്റബിളായി തീരുവാനായിട്ട് നീ ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നല്ലോ. ഞങ്ങളുടെ ജീവിതങ്ങൾ അൺപ്രോഫിറ്റബിൾ ആണെങ്കിൽ അൺപ്രോഫിറ്റബിളായിട്ടുള്ള ഭാഗങ്ങളൊക്കെ നീ മാറ്റിക്കളയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും വഴിതെറ്റി കൊള്ളരാത്തവരായി തീർന്നുവെങ്കിൽ നന്മ ചെയ്യുവാനായിട്ട് ദൈവം ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുവാനായിട്ട് ഈ ദിവസങ്ങൾ കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ചില രോഗപ്രയാസങ്ങളുള്ളവരെ പ്രാവശ്യം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ചില കുഞ്ഞുങ്ങൾ ഭവനവുമായിട്ടുള്ള റിലേഷന് പ്രയാസത്തിലിരിക്കുന്നു, മാതാപിതാക്കൾ പ്രാർത്ഥിക്കുന്നു, അവരെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ വിശ്വാസത്തോട് പ്രാർത്ഥിക്കും. അനേകം വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങൾ തിരികെ വരാതെ ബുദ്ധിമുട്ടിയിരിക്കുന്നെങ്കിൽ ഇന്ന് ദൈവം വലിയൊരു ക്രിയേറ്റീവ് മിറക്കിൾ അവിടെ ചെയ്യും. കുഞ്ഞുങ്ങളെ നിങ്ങളെ വിളിക്കും, അവരെ തിരിച്ചു വരും. ആ വലിയ ഒരു വിടുതൽ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഡിക്ലെയർ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം ആ കുഞ്ഞുങ്ങൾ തിരിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഡൈവേഴ്സ് നോട്ടീസും ഒക്കെ എഴുതി കൊടുത്ത് വാങ്ങിയിരിക്കുന്ന ചില ദമ്പതികളിലെ ആരോ ഒരാൾ ഇത് കാണുന്നു. ദൈവമേ, അവരുടെ ഹൃദയങ്ങളിലെ കർത്താവെ കുരുടായിട്ടുള്ള അവസ്ഥ മാറ്റണമേ. ഐ ഹേറ്റ് ഡൈവേഴ്സ് എന്ന് ദൈവവചനത്തിലെ മലാക്കിയുടെ പുസ്തകത്തിൽ പറയുന്നു. ഈ ദൈവം കൂട്ടി യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിടിക്കാനായിട്ട് സാധ്യമല്ല. കർത്താവെ, ചില അഭിപ്രായ വ്യത്യാസങ്ങളുള്ള പറഞ്ഞു തീർത്തുകൊണ്ട് അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പാനും സ്നേഹിപ്പാനും കർത്താവെ നീ സഹായിക്കണമേ. ഈ ഡൈവേഴ്സ് കേസുകളൊക്കെ കർത്താവെ നീ ഇടപെടണമേ. നിങ്ങൾ വിശ്വാസത്തോടുകൂടി എന്നോട് ചേർന്നൊന്ന് പ്രാർത്ഥിക്കുമെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാനുള്ള കൃപ ദൈവം തരും. ഈ ദിവസങ്ങളിൽ അതിനുള്ള എല്ലാ വഴികളും ദൈവം ഒരുക്കി തരും. എന്നോട് ചേർന്ന് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുമോ? ദൈവമേ, ആ കേസ് എന്തൊക്കെ ആയാൽ പോലും അതിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാനായിട്ട് കർത്താവെ, ഔട്ട് ഓഫ് കോർട്ടിൽ അത് കോംപ്രമൈസ് ആവാനായിട്ട് കർത്താവെ നീ ഇടവരുത്തുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ. അതുപോലെ കർത്താവെ, ചില വയർ സംബന്ധമായി ഉദര സംബന്ധമായി ചില രോഗങ്ങളിൽ പ്രയാസപ്പെടുന്ന ചിലരിത് കാണുന്നു. ഏത് രോഗമാണെന്ന് അറിയത്തില്ല. വലിയ ബുദ്ധിമുട്ടാണ്. ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ വലിയ പ്രയാസങ്ങൾ വരുന്ന ചില ആളിത് കാണുന്നു. യേശുവിൻ്റെ നാമത്തിൽ അതെല്ലാം നോർമൽസി വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങൾ കർത്താവിൻ്റെ കൃപ അവരോട് കൂടെ ഇരിക്കട്ടെ. ആ നോർമൽസിയിൽ അത് എത്തിച്ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചവരെ നീ അനുഗ്രഹിക്കുന്ന ഒരു സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കുമാറാകണമേ. ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നിങ്ങളിത് വായിച്ച് ചെയ്യണം. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് റോമർക്ക് എഴുതിയ 3-ാം അധ്യായത്തിലാണ് പഠിക്കാൻ. 2-3 വാക്യങ്ങളെ നമ്മൾ ഒരു ദിവസം റെഫർ ചെയ്ത് പഠിക്കുന്നുള്ളൂ. നമുക്ക് ചുരുങ്ങിയ സമയമാണല്ലോ. ഇതിൻ്റെ ലിങ്ക് നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. കമൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അൺബോക്സ് ഇടണം. ആ വാട്സാപ്പ് നമ്പറിൽ പ്രെയർ റിക്വസ്റ്റ് ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.